بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى وقال عمار ثلاث من جمعهن فقد جمع الإيمان الإنصاف من نفسك وبذل السلام للعالم والإنفاق من الإقتار. ബഹുമാനപ്പെട്ട അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സലാസുൻ, മൂന്ന് കാര്യങ്ങൾ, മൻ ജമഅഹുന്ന ഫഖദ് ജമഅൽ ഈമാൻ, ആ മൂന്ന് കാര്യങ്ങളെ ആരെങ്കിലും ഒരുമിച്ച് കൂട്ടിയാൽ അവൻ ഈമാനെ ഒരുമിച്ച് കൂട്ടിയവനായി. ഇതേ അമ്മാനെ തൊട്ട് ഇമാം ശുഅബ് ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്, സലാസുൻ മൻ കുന്ന ഫീഹി ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. മൂന്ന് കാര്യങ്ങൾ അത് അവനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ഈമാന് മുഴുവനും പൂർണ്ണമാക്കിയവനായി. ഇസ്തക്മലൽ ഈമാന, ഈമാൻ അവൻ പൂർണ്ണമാക്കിയവനായി. ഇനി അവനക്ക് ഈമാനിൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല, എല്ലാം ഉൾക്കൊണ്ടവനായി. അത് ഒന്നാണ്, അവൻ്റെ നഫ്സിനെ, അവൻ്റെ സ്വന്തം ശരീരത്തെ നിർത്തേണ്ടോട്ട് നിർത്തുക എന്നത്. ചെറിയ തോതിൽ നമ്മൾ വിശദീകരിച്ചു പോയി. വലിയ ചർച്ചകളുടെ പ്രയോഗമാണ്. ഒന്നാമത്തെ ഇൻസാഫു മിൻ നഫ്സിക്ക്, രണ്ടാമത് വബദിലു സലാമി ലിൽ ആലം. ആലം എന്ന് പറഞ്ഞാൽ മാസിവൽ ബാരി, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഉൾക്കൊണ്ടതാണ് ആലം. ആ ലോകം, അതിൽ മനുഷ്യർ പെടും, മൃഗങ്ങൾ പെടും, ജീവികൾ പെടും, മലായികത്തുകൾ പെടും, ഭൂമിയിലുള്ള സർവവും പെടും, ആകാശത്തിലുള്ള സർവവും പെടും. കണക്കില്ലാത്ത, അറ്റമില്ലാത്ത സൗരയൂഥങ്ങളും, സൗരയൂഥം ഒന്നല്ലോ, ധാരാളമുണ്ട്, ഗാലക്സികൾ, അതിൻ്റെ അപ്പുറമുള്ളത് ലോകം. ആ ലോകത്തിനിക്ക് സലാമിനെ നൽകുക, ദാനമായി നൽകുക. ഇവിടുത്തെ സലാമിൻ്റെ അർത്ഥം എന്താ? കല്ലിനോട് പോയി കാണാൻ അസ്സലാമു എന്ന് പറയാമെന്നാണോ? മരത്തിനോട് പോയിട്ട് സലാം പറയാമെന്നാണോ? സൂര്യൻ നോക്കിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയാമെന്നാണോ? ചന്ദ്രൻ നോക്കി അസ്സലാമു അലൈക്കും പറയാമെന്നാണോ? നക്ഷത്രങ്ങൾ നോക്കിയിട്ട് സലാം പറയാമെന്നാണോ? അതല്ല. ബദിലുസ്സലാം, അതന്നെ ഇഫ്ശാഉസ്സലാമി മിനൽ ഇസ്ലാം എന്ന് പറഞ്ഞതിൻ്റെയും അർത്ഥം തന്നെ, ഇഫ്ഷാഇൻ്റെ അർത്ഥവും അത് തന്നെയാണ്. എന്താ? സലാം പറയാൻ പറ്റുന്നവരോട് സലാം പറയുക. ലോകത്തിനിക്ക് അമാൻ, അമ്ന്, സുരക്ഷ നൽകുക. ലോകത്ത് ഒരാൾക്കും അവനെ സംബന്ധിച്ച് ഒരു പേടിയില്ലാത്ത അവസ്ഥ. അവൻ്റെ ഒരു പ്രവർത്തനവും ഒന്നും മറ്റൊന്നെനിക്ക് ദോഷമാവാതിരിക്കുക. ഇമാമിങ്ങൾ വളരെ അധികം വിശദീകരിച്ച, പല കിതാബുകളിലായി, പല ബാബുകളിലായി വിശദീകരിച്ചൊരു കാര്യമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ അല്ലാഹു തആല റഹ്മത്തുൽ ലിൽ ആലമീൻ, നബി തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനാണ്. ഈ സന്ദേശമാണ് ലോകത്തിലേക്ക് നൽകുന്നത്. ലോകത്ത് ഒരാളെയും ഉപദ്രവിക്കണമെന്നോ തീവ്രവാദത്തിലേക്ക് നയിക്കണമെന്നോ തീവ്രവാദം ഉപയോഗപ്പെടുത്തണമെന്നോ എത്ര വലിയ ശത്രുവാണെങ്കിൽ പോലും അവനെ ഉപദ്രവിക്കണമെന്നല്ല റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ലോകത്തിലേക്ക് ശാന്തി നൽകണം, സമാധാനം നൽകണം. ആ സമാധാനത്തിൻ്റെ ഏറ്റവും വലിയ ചിഹ്നമാണ് അസ്സലാമു അലൈക്കും എന്ന് കാണുമ്പോഴുള്ള പ്രയോഗം. ഒരാളെ കണ്ടുമുട്ടുമ്പോൾ അവനോട് അസ്സലാമു അലൈക്കും എന്നങ്ങോട്ട് പറഞ്ഞാൽ, ഒരു സദസ്സിലേക്ക് ഒരാൾ വരികയാണ്, എന്തുമായാണ് അവൻ വരുന്നത്, എന്തിനാണ് വരുന്നത് എന്നറിയില്ല, അല്ലെങ്കിൽ അറിയാം. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതോട് കൂടെ തന്നെ നിങ്ങളെ മേലിൽ സുരക്ഷ ഉണ്ടായിരിക്കട്ടെ, എൻ്റെ ഭാഗത്തിൽ നിന്നുള്ള സുരക്ഷ ഉണ്ട്,
ലോകത്തിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള സുരക്ഷ നിങ്ങൾക്കൊരു പേടിയും ഭയവും ഭക്തിയൊരു ബേജാറും ഇല്ലാതിരിക്കട്ടെ. എന്നെ നിങ്ങളാരും ഒരു പേടിയും പേടിക്കണ്ട, ഞാൻ നിങ്ങളൊരു ഉപദ്രവവും ഉപദ്രവിക്കൂല. മഹാന്മാർ ഇസ്ലാമിലെ അർത്ഥം പറയുന്നത് അങ്ങനല്ലേ? അത് പറയാൻ പറ്റിയവരോടത്ത് മുഴുവനും അത് പറയണം. ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ചെന്നാൽ പോലും ഇത് ചെല്ലണം. എന്താ, ഈ പ്രദേശത്ത് ഞാനൊരു ഉപദ്രവം കൂടെ ചെയ്യാൻ വന്നതല്ല, ഞാൻ ഉപദ്രവം ചെയ്യൂല. ഒരു പ്രതിജ്ഞയാണത്, ഒരു പ്രതിജ്ഞ. ഞാൻ ഉപദ്രവിക്കുന്നവനല്ല. ഇസ്ലാമിലൂടെ ഉപദ്രവം. പിന്നെ ഇസ്ലാമിലെ ഖുർആനിൽ ഇത് സന്ദർഭോചിതമായി പറയാണ്, ഇസ്ലാമിലേക്ക് മറ്റൊരു ഖുർആനും ഹദീസും എന്നല്ലാതെ, ഈ തുറന്ന പുസ്തകമല്ലാതെ ഒരു ഹിഡൻ അജണ്ടയായി ഒരു ഉള്ളിൽ മറ്റൊരു അജണ്ട ഇല്ല. ലോകത്തുള്ള ഏത് പ്രസ്ഥാനത്തിനും അവർക്ക് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കാൻ ഒരു ഭരണഘടന ഉണ്ടാകും. ആ ഭരണ പിന്നീട് അവരുടെ ഉള്ളിൽ അവർക്ക് കുറേ ഗൂഢലക്ഷ്യങ്ങളുണ്ടാകും, താല്പര്യങ്ങളുണ്ടാകും. അത് അവരുടെ സ്വന്തക്കാർക്ക് അത് വിളമ്പുകയുള്ളൂ. ഏത് തീവ്രവാദി സംഘടനകളാണെങ്കിലും അവർക്കൊരു ലക്ഷ്യമുണ്ടാകും. പുറത്തേക്ക് ലോകത്തേക്ക് നന്മ ചെയ്യാമെന്ന് പറഞ്ഞാലും ഉള്ളിൽ അവർ കുറേ ഗൂഢാലോചനകൾ. ആരെല്ലാം തകർക്കണം, ആരെല്ലാം ഉപദ്രവിക്കണം, നമ്മുടെ കാര്യങ്ങൾ നേടാൻ എന്തെല്ലാം ചെയ്യണം. ഒരു പട്ടാളക്കാർക്ക്, ഒരു ഗവൺമെൻറ്റിന് പോലും പട്ടാളക്കാർക്ക് സ്വന്തമായി ട്രെയിനിങ് ഉണ്ടാകും. അവരെന്താ ചെയ്യേണ്ടത്? ശത്രുവിനെ പേടിപ്പിക്കാൻ വേണ്ടി എങ്ങനെ അവരോട് പെരുമാറണം. അതുകൊണ്ട് തന്നെ യാതൊരു ദയയില്ലാത്ത മനസ്സിനെ അവർ പഠിച്ചെടുക്കും. അവർക്ക് എന്തും ചെയ്യാൻ മടിയുണ്ടാവില്ല. ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന പാവങ്ങളായ ദരിദ്രരായ, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി മോഹിക്കുന്ന ആളുകളെ വെടിവെച്ച് കൊല്ലുന്നവരെ കാണാം. അവരുടെ മനസ്സ് അത്രയും ക്രൂരമാണ്. അവരങ്ങനെ ക്രൂരമാക്കിയത് അവരുടെ സംവിധാനമാണ്. അവർക്കുള്ള ലക്ഷ്യം പൂർത്തിയാക്കാൻ അവർക്കത് വേണം, അങ്ങനെ മനസ്സാക്കുകയാണ്. എന്നാൽ ഇങ്ങനെയുള്ള യാതൊരു, ഈ പരിശുദ്ധ ഖുർആനല്ലാത്ത മറ്റൊരു അജണ്ടയുമില്ലാത്തൊരു ഭരണഘടനയുമില്ലാത്ത ഇസ്ലാമിൻ്റെ ഭരണഘടന പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. അതിൽ യുദ്ധത്തിൻ്റെ നിയമങ്ങൾ, ശത്രുക്കളോട് പെരുമാറേണ്ട കാര്യങ്ങൾ എല്ലാം അതിലുണ്ട്. അതിലുള്ള യുദ്ധവേളകളിൽ ശത്രുക്കളോട് പെരുമാറേണ്ട ഘട്ടങ്ങൾ അതിൽ പറയുന്നുണ്ട്. അത് ആ ഘട്ടങ്ങളിൽ മാത്രം മറ്റുള്ളവരുടേത് ചിന്തിച്ച് നോക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിലുള്ള ആ ഘട്ടങ്ങൾ വളരെ ലളിതമാണ്. സ്ത്രീകളെ കൊല്ലാൻ പാടില്ല, കുട്ടികളെ കൊല്ലാൻ പാടില്ല, വൃദ്ധരെ കൊല്ലാൻ പാടില്ല, ആയുധ വീട്ടിലുള്ളവരെ കൊല്ലാൻ പാടില്ല, അവരോടൊന്നും ചെയ്യാൻ പാടില്ല. യുദ്ധത്തിന് പട്ടാളക്കാരായി വരുന്ന പട്ടാളക്കാരെ മാത്രം, അതിൽ നിന്ന് തന്നെ സ്ത്രീകളെയും അതുപോലെയുള്ള ബലഹീനരെയും മാറ്റി നിർത്തണം. അവരെ കൊല്ലരുത്, അവരെങ്ങനെയും പിടികൂടി അവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിക്കണം. ഇങ്ങനല്ലേ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. യുദ്ധത്തിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നിടത്ത് വഅദ്ദൂലഹും മസ്തതഅ്തും, കഴിയുന്നത്ര ആയുധങ്ങൾ ശേഖരിക്കണമെന്ന് പറയുന്നത് ഏതൊരു യുദ്ധത്തിൻ്റെയും മാനദണ്ഡമല്ലേ? ഇസ്ലാമിൻ്റെ മാത്രം മാനദണ്ഡമാണോ? ആരാ അവിടെ ആയുധം ഉണ്ടാക്കാത്തവർ? ആരാണ് ആയുധം വാങ്ങാത്തവർ? അത് യുദ്ധരംഗം വരുമ്പോൾ ഒരു ഭരണകൂടത്തിനേക്ക് അത് ആവശ്യമുള്ളത് അവിടെ ഖുർആൻ അത് വിശദീകരിച്ചു തന്നു. മറ്റുള്ളവർക്ക് കൂടി മാതൃകയാവാൻ വേണ്ടിയാണ് അത് പരസ്യമായി പറഞ്ഞിട്ടുള്ളത്. എന്നല്ലാതെ ഇന്നത്തെ നിയമം എന്താ? ഒരാൾക്ക് എത്രയും ആയുധം വാങ്ങാം, എന്ത് ആയുധവും നിർമ്മിക്കാം, പക്ഷേ മറ്റുള്ളവർക്ക് അതൊന്നും പാടില്ല. മറ്റുള്ളവരെ അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കണം. ഇതാണോ ശരി? ഇവർക്കുള്ളതൊക്കെ അവർക്കും വേണ്ടേ? എന്നെങ്കിലല്ലേ ഇവരെ തൊട്ട് അവർക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഞാൻ സന്ദർഭോചിതമായി പറയാണ്, ഇസ്ലാമിൻ്റെ ഭരണഘടനയാകുന്ന പരിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും സാധാരണക്കാരെ ഉപദ്രവിക്കണമെന്നോ മുസ്ലിമീങ്ങളല്ലാത്തവരെ യുദ്ധവേളകളിൽ മുസ്ലിങ്ങൾക്ക് എതിരായി പട നയിച്ചു വരുന്നവരോട് നേരിടണം,
അത് പഠിപ്പിക്കാത്ത ശാസ്ത്രം ഏതാണുള്ളത്? അത് പഠിപ്പിക്കാത്ത ശാസ്ത്രം ഉണ്ടെങ്കിൽ അത് മാന്യമാണോ? അത് നല്ലതാണെന്ന് ആരെങ്കിലും പറയുമോ? എന്നല്ലാതെ ലോകത്തോട്, ജനങ്ങളോട്, വ്യക്തികളോട്, സിവിലിയന്മാരോട് നടപ്പിൽ വരുത്തേണ്ട കാര്യം ബദലുസ്സലാമിലിൽ-ആലം. എപ്പോഴും ലക്ഷ്യം ലോകത്ത് സമാധാനം വരണം എന്നുള്ളതായിരിക്കണം. ഈ ഒരു ലക്ഷ്യത്തോടു കൂടെ ഒരാൾ മുന്നേറുന്നോ അവൻ ഈമാൻ പൂർണ്ണമായുള്ളവനാണ്. എല്ലാത്തും പൂർണ്ണമായുള്ളവനല്ല. ആരുടെയെങ്കിലും ഉറക്കം കെടുത്തണം, ആരെയെങ്കിലും പേടിപ്പിച്ച് നിർത്തണം എന്ന് ലക്ഷ്യമുള്ളവൻ പൂർണ്ണ മൂമിനല്ല, പൂർണ്ണമായ മുസ്ലിമല്ല. ഈ ഹദീസ് വിശദീകരിക്കുന്നോടത്ത് മഹാന്മാർ പറയുന്നത് ബദലുസ്സലാമിലിൽ-ആലം എന്ന് പറഞ്ഞോടത്ത് സലാം പറയുക എന്നർത്ഥം വെക്കുകയാണെങ്കിൽ തന്നെ കുറേ ആളുകളോട് സലാം പറയാൻ പറ്റാത്തതുണ്ട്. മുസ്ലിമീങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് അനുസരിക്കാതെ സ്വയമായോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ഉപദ്രവിക്കുന്നവർ, അവരെ സംബന്ധിച്ച് ഫാസിഖീങ്ങൾ, തമ്മാടികൾ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിൽ ഇല്ലാത്തത് കടത്തിക്കൂട്ടുന്ന മുബ്തദീങ്ങൾ, അവരോട് സലാം പറയാതിരിക്കലാണ് അവരുടെ സുരക്ഷ. അതാ ബദലുസ്സലാമിലിൽ-ആലം എന്നതിൻ്റെ വ്യാപ്തിയാണത്. സലാം പറയാതിരിക്കലാണ് അവിടെയുള്ള സുരക്ഷ. അവർ നന്നാവണമെങ്കിൽ മറ്റു മുസ്ലിമീങ്ങൾ അവരോട് സഹകരിക്കരുത്, അവരോട് സലാം പറയരുത്. നിനക്ക് സുരക്ഷ ഉണ്ട് എന്ന് പറയുന്നത് എന്ത് സുരക്ഷ അവർക്കുള്ളത്? മറ്റുള്ളവർക്ക് സുരക്ഷ നൽകാത്തവനിക്ക്, അവൻ്റെ സ്വന്തം ശരീരത്തിലേക്ക് യഥാർത്ഥ നിയമങ്ങൾ അംഗീകരിക്കാത്തവനിക്ക് അവർക്കെന്ത് സുരക്ഷ? സലാം പറയുന്നവനോട്, മുബ്തദീനോട് സലാം പറയരുത്, ഫാസിക്കിനോട് സലാം പറയരുത്. സലാം പറയാതിരിക്കലാണ് അവൻ നന്നായി വരാനാണ് നമ്മളെ ലക്ഷ്യമുള്ളത്. അവൻ നന്നാവാൻ അവനെ കൂട്ടിപ്പിടിക്കാതിരിക്കുകയാണ് വേണ്ടത്. അവൻ്റെ ബഹിഷ്കരണത്തിൻ്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും സലാം അടക്കാത്ത സംഭവങ്ങളുണ്ട്. തബൂക്ക് യുദ്ധത്തിന് മനഃപൂർവ്വം കാരണം കൂടാതെ പോവാത്ത 3 മഹാന്മാരായ സ്വഹാബികൾ അവിടെ തങ്ങളോട് സലാം പറഞ്ഞിട്ട് റസൂലുള്ളാഹി സലാം പറഞ്ഞിട്ട് മടക്കിയിട്ടില്ല. ഹദീസുകൾ വിശദമായ സംഭവങ്ങളുണ്ട്. ഉന്നത്ത് പോലെയുള്ള കിതാബുകളിൽ മുബ്തദീങ്ങളോട്, ഫാസിഖീങ്ങളോട് ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിക്കാത്തവരോ അതിൽ കൈകടത്തുന്നവരോ, അംഗീകരിക്കാത്തവരാണ് ഫാസിഖീങ്ങൾ, അതിൽ കൈകടത്തുന്നവരാണ് മുബ്തദീങ്ങൾ, അവരോടും സലാം പറയാൻ പാടില്ല എന്ന് ഇമാമിങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞത്തിലുണ്ട്, നമ്മുടെ ഫിഖ്ഹുകളിൽ മുഴുവനുമുണ്ട്. കുഞ്ഞത്തിൽ അതിൻ്റെ ഹദീസുകളെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു രസമുള്ള സംഭവമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ ചർച്ച ചെയ്യാണ്. വെള്ളിയാഴ്ച ഖുത്ബ ഓതേണ്ടത് ഖത്തീബാണ്. ആ ഖത്തീബ് ഭരണാധികാരിയായിരിക്കണം. അത് നിബന്ധനയാണ് ചില മദ്ഹബുകളിൽ. എന്നാൽ വെള്ളിയാഴ്ച ഖുത്ബ ഓതാൻ വേണ്ടി മിമ്പർമേൽ കയറുന്ന ഇമാം, അയാൾ സലാം പറയണോ പറയണ്ടേ? വളരെ ചിന്തിക്കേണ്ട വിഷയമാണത്. ബദലുസ്സലാമിലിൽ-ആലം എന്നതിൻ്റെ വ്യാപ്തിയാണ് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖത്തീബ് മിമ്പർമേൽ കയറി കഴിഞ്ഞാൽ സലാം പറഞ്ഞിരിക്കണം. കാരണം അങ്ങനെയാണ് നടന്നു പോരുന്ന മാതൃക. മാത്രവുമല്ല, ആദ്യമായി ജനങ്ങളോട് അഭിസംബോധന ചെയ്യേണ്ടത് സലാം കൊണ്ടായിരിക്കണം. അതുകൊണ്ട് അത് സുന്നത്താണ് ഖത്തീബിന് സലാം പറഞ്ഞിരിക്കണം. സാധാരണ ഷാഫികളും അംബലിയാക്കളും ഉള്ളവർക്കൊക്കെ അങ്ങനെ തന്നെയാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, വെള്ളിയാഴ്ച ഖത്തീബ് മിമ്പർമേൽ കയറി സലാം പറയാതെയാണ് ഇരിക്കേണ്ടത്. മിമ്പർമേൽ കയറി ഇരുന്നോളാം, മുണ്ടരുത്, ഇരിക്കണം. ഇരുന്നിട്ട് ബാങ്ക് കൊടുക്കുക. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഖുത്ബ ഓതിയാൽ മതി, അവിടെ സലാം പറയണ്ട. എന്താ അവരുടെ ന്യായം? ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു മീസാനിൽ പറയുന്നു, വജ്ഹുസ്സാനി, സലാം പറയണ്ട എന്നതിൻ്റെ ന്യായം, അന്നസ്സലാമ ഇന്നമാ ശുരിഅ ലിൽ-ഇമാമി മിൻ വുഖൂഇൽ അദാ മിൻഹു ലിമൻ യുസല്ലിമു അലൈഹി വമൻസിബുൽ ഖതീബി യുഅ്തിൽ അമാന ബിദാതിഹി.
ബൽ ബഅ്ദുഹും യതബറകു ബിമസ്സി സിയാബിഹി ഇദാ ഖറജ അലൈഹിം فالسلام عليهم مبني على نسبتهم إلى سوء الظن به وسوء ظنونهم فافهم. ഇത്ര നല്ല ന്യായമാണ്. എന്താ, ഇമാമാകുമ്പോൾ അവൻ ജനങ്ങളിലേക്ക്, ഭരണാധികാരിയാകുമ്പോൾ അവൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് എല്ലാവിധ സുരക്ഷയും ഒരുക്കുന്നവനും നൽകുന്നവനുമാണവൻ. അവൻ്റെ വക്കൽ നിന്ന് ഒരാളെ പോലും ഉപദ്രവിക്കരുത്, അവൻ ഉപദ്രവിക്കുകയുമില്ല. അവനാണ് ഇമാം. വമൻസിബുൽ ഖതീബ് യുഅ്തിൽ അമാന ബിദാതിഹി. ആ ഖതീബ് എന്ന് പറയുന്ന നിലവാരമുള്ള സ്ഥാനം, ആ ഒരു ഉയർന്ന പദവി, അത് തന്നെ ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്നവരാണ്. ഇന്നയാളാണ് ഭരണാധികാരി എന്നുള്ള വിവരം കിട്ടിക്കഴിഞ്ഞാൽ അയാളെ വക്കൽ നിന്ന് ഇനി ഒരു പേടിയുമില്ല, അയാൾ ഇനി ഒന്നും ചെയ്യൂല. അതുകൊണ്ട് തന്നെയല്ലേ ഖതീബിനെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ തൊട്ട് നോക്കും, അദ്ദേഹത്തിൻ്റെ കൈയൊന്ന് പിടിച്ചു നോക്കും, മുസാഫഹത്ത് ചെയ്യും. ഇതെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം അത്രയും വലിയവനാണ്, ജനസേവകനാണ്, ജനങ്ങളെ പേടിപ്പിക്കുന്നവനല്ല, ജനങ്ങൾക്ക് എല്ലാവിധ നിർഭയത്വവും നൽകുന്നവനാണ്. അത് ഇമാമായാൽ തന്നെ അങ്ങനെയാണ്. പിന്നീട് അയാൾ അസ്സലാമു അലൈക്കും, ഞാൻ നിങ്ങളൊന്നും ചെയ്യൂല, നിങ്ങൾ സുരക്ഷിതരാണ്, എന്നെ നിങ്ങൾ പേടിക്കണ്ട എന്ന് പറയുമ്പോൾ അയാളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് നല്ല അഭിപ്രായം ഇല്ലാന്ന് തോന്നൂലേ? അതുകൊണ്ട് സലാം പറയണ്ട. അയാൾക്ക് ജനങ്ങൾ ഇയാളെ തൊട്ട് പേടിച്ചിരിക്കാണ് എന്നൊരു സൂഹൻ അയാൾക്കുണ്ടെന്നും വരൂലേ? അതും തെറ്റൽ, മോശല്ലേ? അതുകൊണ്ട് അവിടെ അങ്ങനെയുള്ള ഒരു അമാനിൻ്റെ വാക്ക് പറയുക തന്നെ വേണ്ട. കാരണം അമാൻ തന്നെയാണ്, ഇമാം തന്നെയാണ് അമാന്. പിന്നീട് എന്തിനാ പറഞ്ഞ സുരക്ഷയിലാണ് നിങ്ങളെന്ന് പറയേണ്ടത്? കണ്ടോ? അപ്പൊ സലാം പറയുക എന്നല്ല, ബദിലുസ്സലാമിലിൽ ആലം എന്ന് പറഞ്ഞാൽ ലോകത്തിനിക്ക് സുരക്ഷ നൽകുക. അത് ചിലപ്പോൾ സലാം പറഞ്ഞുകൊണ്ടായിരിക്കണം, ചിലപ്പോൾ സലാം പറയാതെ ആയിരിക്കണം. ഇതാണ് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ, ഇമാം അഹ്മദ് മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നത്, വെള്ളിയാഴ്ച ഖതീബ് മിമ്പർമേൽ കയറിയാൽ സലാം പറയാതിരിക്കലാണ് അവിടെ വേണ്ടത്. കാരണം അവൻ തന്നെ സുരക്ഷയാണ്, അവൻ തന്നെ ജനങ്ങൾക്ക് അഭിമാനമാണ്, നിർഭയത്വമാണ്. ഇന്നത്തെ ഭരണാധികാരിയല്ല, ഒരാൾക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങളെ എന്തെല്ലാം ഉപദ്രവിക്കാൻ കഴിയോ ആ ഭരണം ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാമാണ് ചെയ്യുന്നത്. നാം കാണുന്നതല്ലേ, ചില വാഹനങ്ങളെല്ലാം തടഞ്ഞു നിർത്തിക്കൊണ്ട്, ചില വാഹനങ്ങൾ തടഞ്ഞു നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ വഴിയിൽ വെച്ച് ഉപദ്രവം ചെയ്തുകൊണ്ട്, ഞാൻ ഭരണാധികാരിയാണല്ലോ, എനിക്കറിയില്ല എന്താ എനിക്ക് വഴി സൈഡിലാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഹുങ്ക് കാണിക്കുന്നത്, ആ ഒരു ഭരണാധികാരിയെ പറ്റില്ല പറയുന്നത്. ഭരണാധികാരി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അമാൻ നൽകുന്നവനാവണം. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അവരെപ്പറ്റി യാതൊരു പേടിയും ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ എന്നെ തൊട്ട് പേടിക്കണ്ട എന്ന് പറയുന്നത് പോലും അബദ്ധമാണ്, ശരിയല്ല. എന്ത് പേടി? ആര് പേടിക്കണ്? ഭരണാധികാരം പേടിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? അപ്പം അവിടെ ഭരണാധികാരിയാകുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയാതിരിക്കുകയാണ് വേണ്ടത്. അതും ഈ ഹദീസിന്റെ വ്യാപ്തിയിൽ ബദിലുസ്സലാമിലിൽ ആലം, ലോകത്തിനിക്ക് സുരക്ഷയെ നൽകുക, ഒരാളെയും പേടിപ്പിച്ചിർത്താതിരിക്കുക, എല്ലാവർക്കും സന്തോഷം നൽകുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് ഈ വർഷം 2025 ജൂണോട് കൂടെ തുടങ്ങുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഗവൺമെൻറ് കൊണ്ടുവരുന്ന, നമ്മുടെ കേരള ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഒരു നിയമം എന്താ? സ്കൂളിലെ അവസാനത്തെ പീരീഡ് സൂബ ഡാൻസ് എടുത്തുകൊണ്ടായിരിക്കണം പിരിയേണ്ടത്. അത് നിർബന്ധമാക്കുകയാണ്. എന്തിനാണത്? കുട്ടികൾ ലഹരി ഉപയോഗിക്കാതിരിക്കുക, ലഹരിയിലേക്ക് പോകാതിരിക്കുക. ഈ ഡാൻസും ലഹരിയും തമ്മിൽ എന്തൊരു ബന്ധമാണുള്ളത്? മുമ്പ് കൊറോണ പോവാൻ വേണ്ടി രാത്രി പാതിരാക്ക് പാത്രം മുട്ടണം, ചെമ്പ് മുട്ടണം എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു അവിവേകം എന്നല്ലാതെ എന്താ പറയാ? പ്രത്യേകിച്ചും ഈ വൈകുന്നേരം
ലഹരിയും ഇതുമായി ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. മാത്രമല്ല, ചിന്തിച്ചു നോക്കിയാൽ ലഹരിയിലേക്ക് വീണ്ടും വീണ്ടും അടുക്കുകയേ ഉള്ളൂ. കാരണം ഉത്തേജനമുണ്ടാകുമ്പോഴേ ചാടിക്കളിക്കാൻ കഴിയുള്ളൂ. അതിലേക്ക് ലഹരി ആവശ്യമാണ്. ഇതിൻ്റെ മുമ്പ് ലഹരി ഉപയോഗിക്കാൻ വേണ്ടി ലഹരി സ്വകാര്യമായി നേരത്തെ സ്കൂൾ വിട്ട് പോകുമ്പോൾ വാങ്ങുന്ന ലഹരി തലേന്ന് വാങ്ങി വെക്കും. അതിലേക്കാണ് ഈ പോക്ക്. കാരണം ഉത്തേജനം വേണ്ടി വരും. മാത്രവുമല്ല, അതിൻ്റെ ഏറ്റവും വലിയ അബദ്ധം, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അത് ഇല്ലാതിരിക്കാൻ കഴിയൂല എന്ന് പഴയ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കേട്ടു. എന്താണ് പൊതുവിദ്യാഭ്യാസം? പൊതുവിദ്യാഭ്യാസത്തിൽ എല്ലാവരും ആരോഗ്യവാന്മാരാവുമോ? പല സൈസ് കുട്ടികളുണ്ടാകും. അതുപോലെ സ്ത്രീകൾ തന്നെ വലിയ വലിയ വിദ്യാർത്ഥിനികൾ, അവർക്ക് മനസ്സുള്ളവരുണ്ടാകും, ശാരീരിക പ്രശ്നങ്ങളുണ്ടാകും. അവർ ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് ആ സമയത്ത് അവർക്ക് ഇതിലൊന്നും കഴിയൂല. അപ്പോൾ ഒരു വിഭാഗം മാറി നിർത്തുമ്പോൾ അവിടെ മറ നീക്കൽ വരും. അതൊക്കെ ആരോഗ്യവകുപ്പ് പറയേണ്ടതാണ്. പ്രത്യേകിച്ചും ആ സമയം എല്ലാവരും വളരെ അധികം ക്ഷീണിച്ച, രണ്ട് നിലക്ക് ക്ഷീണിച്ചതാണ്. ഒന്ന്, ഭക്ഷണത്തിന് വിശക്കുന്ന ഘട്ടമാണ്. രണ്ടാമത്, പഠനത്തിൻ്റെ വലിയൊരു സംഭവത്തിൽ നിന്ന് അതെല്ലാം കേട്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് അവരുടെ മനസ്സും ക്ഷീണിച്ച ഘട്ടമാണ്. മനസ്സും ശരീരവും ക്ഷീണിച്ച ഘട്ടത്തിൽ ഒരു വലിയ ചാടിക്കളി, ഒരു ഡാൻസ്, അത് തന്നെ ഒരു പഴക്കമുള്ള ഡാൻസ് ഒന്നുമല്ല. ഒരു 10-25 കൊല്ലത്തിൻ്റെ അപ്പുറം ഏതോ ഒരു ലാറ്റിൻ അമേരിക്കക്കാരൻ കണ്ടുപിടിച്ചതാ. അതിവിടെ കൊണ്ടെടുക്കേണ്ട ഒരാവശ്യമില്ല. മുൻഗാമികളൊന്നും അത് കളിച്ചിട്ടുമല്ല ആരോഗ്യവാന്മാരായത്. ഇനി ഈ കളി വന്നതിന് ശേഷം ലഹരി വർധനവ് കൂടുക എന്നല്ലാതെ ലഹരി വർധനവ് കുറഞ്ഞിട്ടുമില്ല. എന്താണ് ഭരണാധികാരികൾക്ക് പറയേണ്ടത്, എന്താണ് തീരുമാനിക്കേണ്ടത് എന്നറിയാത്തൊരു ഘട്ടം. അതെന്നെ കൂട്ടത്തിലാകും വേണം, എന്നാലേ ലഹരിക്ക് പോകാതിരിക്കുള്ളൂ. ഈ കളിക്കുന്ന കുട്ടികളെ കൂട്ടത്തിൽ തടിക്ക് വളരെ നല്ല സൗന്ദര്യമുള്ളവരുണ്ടാകും. ആ സൗന്ദര്യമുള്ളവർ ചാടുമ്പോൾ നല്ല രസമുണ്ടാകുമ്പോൾ അതിൽ ആകൃഷ്ടരായി ഇവിടെ തട്ടിക്കൊണ്ടുപോവലും പീഡിപ്പിക്കലും കൊലയും സ്നേഹത്തിൻ്റെ പേരിൽ, മഹബത്തിൻ്റെ പേരിൽ, ഇഷ്കിൻ്റെ പേരിൽ പല പല അപകടങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കണ്ടറിയാൻ പോകുന്ന ഒന്നാണ്. ലഹരി യഥേഷ്ടം ലഭിക്കാനുള്ള എല്ലാ വഴികളും തുറന്നു വെച്ച്, എന്നിട്ട് അത് നിങ്ങൾ ഉപയോഗിക്കേണ്ട, അത് നിങ്ങൾക്കുള്ള അല്ല, നിങ്ങളിത് കളിച്ചോളി എന്ന് പറഞ്ഞാൽ എങ്ങനെ ലഹരിക്ക് പോകാതിരിക്കും? ലഹരിക്ക് പോകാതിരിക്കാൻ ലഹരി വിരോധിക്കുക എന്നല്ലാതെ ആ ലഹരിയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്ന മറ്റൊരു പണി കൊടുത്താൽ വീണ്ടും ലഹരി വിൽപ്പനയും വാങ്ങലും ഉപയോഗവും കൂടുക എന്നല്ലാതെ ഒരു കാരണവശാലും അത് കുറയുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. ഭരണാധികാരികൾ ജനങ്ങൾക്ക് ഉപകാരമുള്ളതായിരിക്കണം. മതപരമായി മുസ്ലിമീങ്ങളുടെ വേറെ കാഴ്ചപ്പാട് അതിലുണ്ട്. മുസ്ലിമീങ്ങൾക്ക് ആണും പെണ്ണും ഇടകലർന്നു കൊണ്ട് ചാടിക്കളിക്കാൻ പറ്റൂല. അവർക്ക് പരിധികളുണ്ട്, എല്ലാത്തിനും പരിധികളുണ്ട്. ആ പരിധി ലംഘിക്കാൻ മതപരമായി മുസ്ലിമീങ്ങൾക്ക് പറ്റൂല. എന്നാൽ സാമൂഹ്യപരമായി തന്നെ ഇത് പറ്റാത്തൊരു കാര്യവുമാണ്. ഇസ്ലാമിലുള്ള നിയമങ്ങൾ മുഴുവനും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. പക്ഷെ ഇസ്ലാമിൻ്റെ നേതാക്കന്മാർ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ കളിക്കാരും സിനിമാ നടന്മാരായ മുസ്ലിമീങ്ങളും ഇവരാണ് ഇസ്ലാമിൻ്റെ നേതാക്കൾ എന്ന് പറഞ്ഞ് നടക്കുന്ന പത്രപ്രവർത്തകർക്ക്, ചാനൽ കയറിയിരുന്നുകൊണ്ട് സംസാരിക്കുന്നവർക്ക്, അവർക്ക് പിന്നെ എന്തും പറയാം. ഒന്നും അറിയാതെ എല്ലാം അറിയുന്നവരായി ചോദ്യം ചോദിക്കുന്നവർ, വിഷയം അവതരിപ്പിക്കുന്നവർ, അവരങ്ങനെ അവതരിപ്പിച്ച് പോട്ടെ. പക്ഷേ ലോകത്തിനിക്ക് സമാധാനം നൽകുന്ന തീരുമാനങ്ങൾ അതായിരിക്കണം ഏത് വ്യക്തികളും, ഏത് ഗവൺമെൻറ്റുകളും, ഏത് ഭരണാധികാരികളും കൊണ്ടുവരേണ്ടത്. ഒന്ന് ചിന്തിക്കുകയെങ്കിലും വേണം. ഏതെങ്കിലും ഒരാൾ ലാറ്റിൻ അമേരിക്കയിൽ സൂബ എന്ന് പറയുന്ന ഒരു ഡാൻസ് ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും അത് നമ്മളവിടെ കുട്ടികളെല്ലാവരും ഒപ്പാട് ചെയ്യട്ടെ.
രക്ഷിതാക്കളും കുട്ടികളും വിദ്യാർത്ഥികളും എല്ലാവരും കൂടി ചാടി കളിക്കട്ടെ. അതിൻ്റെ സമയം നോക്കുന്നില്ല, കാലം നോക്കുന്നില്ല, അവസരം നോക്കുന്നില്ല. എന്നാമോ ലഹരി കുടിക്കും ഉപയോഗിക്കൂല എന്ന് പറയാനുള്ള കണ്ടുപിടുത്തം വല്ലാത്ത കണ്ടുപിടുത്തം തന്നെയാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടത് റസൂലുള്ളാഹിന്റെ ഈ വാക്കാണ്. ലോകത്തിനിക്ക് സമാധാനം വരുന്ന പ്രയോഗങ്ങൾ കൊണ്ടുവരണം. മൂന്നാമതായി ബഹുമാനപ്പെട്ട അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു പറയുന്നു, വൽഇൻഫാഖു മിനൽ ഇഖ്താർ. വളരെ പ്രയോഗിക്കേണ്ട പ്രയോഗമുള്ള വാക്കാണ്. ഇഖ്താർ എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കൽ കുറവ്. രണ്ട് അർത്ഥമാണ് ഇഖ്താറിനുള്ളത്. ഒന്നിരിക്കൽ തീരെ ഇല്ലായ്മയിൽ നിന്ന് ചെലവാക്കുക, അല്ലെങ്കിൽ കുറവ്, വേണ്ടതുപോലെ ആവശ്യത്തിന് പോലെ ഇല്ലാത്ത ഘട്ടത്തിൽ നിന്ന് ചെലവാക്കുക, ഇല്ലാത്തതിൽ ചെലവാക്കുക. അവിടെ മഹാന്മാർ ചോദിക്കുന്നുണ്ട്, ഇഖ്താർ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന് ചെലവാക്കാൻ നടക്കൂലല്ലോ. ഇല്ലായ്മയിൽ നിന്ന് അങ്ങനെ ചെലവാക്കി ഇല്ലെങ്കിൽ ചെലവാക്കാൻ കഴിയാതിരിക്കല്ല ചെയ്യുക. അതിന് മറുപടി പറഞ്ഞത് ഈ മിൻ എന്ന് പറയുന്ന മിന്ന് ഫീൻ്റെ മാനാക്കാണ്. ഇതാനൂദിയ ലിസ്വലാത്തി മീ യൗമിൽ ജുമുഅ എന്ന് പറഞ്ഞിടത്തുള്ള മിന്നിൻ്റെ മിന്നാണ് ഫീ യൗമിൽ ജുമുഅ. അപ്പോൾ എന്തായി ഫിൽ ഇഖ്താർ. അപ്പോൾ ഇഖ്താറിൻ്റെ ഘട്ടത്തിൽ, ദാരിദ്ര്യത്തിൻ്റെ ഘട്ടത്തിൽ ചെലവഴിക്കണം. വലിയ ധർമ്മമാണത്. ചില തമ്മാടികൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചില അല്പന്മാർമാർ ചെയ്യുന്ന മാതിരിയല്ല വേണ്ടത്. ഇല്ലായ്മയുള്ള രക്ഷിതാവിനിക്ക് ചെലവഴിക്കൽ നിർബന്ധമാണ്. അവൻ്റെ ഭർത്താവ്, അവൻ്റെ മക്കൾക്ക്, അവൻ്റെ കുടുംബത്തിനിക്ക്, അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അവൻ പണം ചെലവഴിക്കണം, അവൻ ഭക്ഷണം കൊടുക്കണം. ഈ കൊടുക്കുന്നതെല്ലാം അവൻ്റെ ഉണ്ടാവുമ്പോഴും കൊടുക്കണം, ഇല്ലെങ്കിലും കൊടുക്കണം. ഉണ്ടാകുമ്പം ഉള്ളതിനനുസരിച്ച് കൊടുക്കണം. ഇല്ലായ്മത്തെ ഘട്ടത്തിൽ അവൻ അതിനു വേണ്ടി അധ്വാനിച്ച് അവൻ്റെ മക്കളെ, കുട്ടികളെ, വേണ്ടപ്പെട്ടവരെ ചെലവഴിച്ച് നടത്താൻ വേണ്ടി ശ്രമിക്കണം. അവൻ മാറി നിൽക്കരുത്, എൻ്റെ അടുത്തൊന്നുമില്ല, നിങ്ങളെന്തെങ്കിലും കാട്ടിക്കോളി. അത് ഈമാൻ്റെ ഭാഗമല്ല. ഇല്ലാത്ത രക്ഷിതാക്കൾ ഇല്ലായ്മയുടെ ഘട്ടത്തിലും അവർക്ക് ചെലവാക്കണം. നിർബന്ധമായി ചെലവാക്കേണ്ടവർക്ക് എന്തായാലും അവൻ്റെ കഴിവനുസരിച്ച് അവൻ അതിനു വേണ്ടി ശ്രമിക്കണം. എൻ്റെ അടുത്തൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് സുഖമില്ല, എനിക്ക് ആരോഗ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഉത്തരവാദിത്തത്തിൽ നിന്നും മാറി നിൽക്കരുത്. അവൻ്റെ ഉത്തരവാദിത്തം അവൻ തന്നെ നിർവഹിക്കണം. അതുപോലെ വാജിബല്ലാത്ത സുന്നത്തായ കാര്യങ്ങൾക്ക് അതും അവനിക്ക് ഇല്ലായ്മയിൽ നിന്നും മാറി നിൽക്കാതെ കഴിയുന്ന മാതിരി അവൻ അതിലും മുന്നോട്ട് വരണം. അത് ഈമാനിൻ്റെ ഭാഗമാണ്. എന്നാ കമ്മിറ്റിക്കാർ ചെയ്യുന്നത് ശരിയല്ല താനും. എന്താ കമ്മിറ്റിക്കാർ എന്ത് കമ്മിറ്റിയാലും വേണ്ടി, മുസ്ലിം കമ്മിറ്റിയാലും വേണ്ടി, അല്ലാത്ത കമ്മിറ്റിയാലും വേണ്ടി, അവർ പിരിവിടുകയാണെങ്കിൽ അവിടുത്തെ മുതലാളിക്കും നാട് സാധനക്കും ഒന്നും ഇല്ലാത്തവനക്ക് ഒരേ പിരിവ്, ഒരു വീട്ടിൽ നിന്ന് ഇത്രേ എന്ന് പറയും. എങ്ങനെയാ ഇടല്? ഉള്ളവനക്കുള്ള കഴിവുള്ളവൻ കഴിവിനനുസരിച്ച് കൊടുക്കട്ടെ. ഇല്ലാത്തവൻ ഇല്ലാത്തവർക്ക് ചെലവാക്കട്ടെ. കാരണം ഇല്ലാത്തവരോട് സഹകരിക്കാൻ പറയാ, ഉള്ളവരോട് തോന വാങ്ങുക. മാത്രമല്ല ഇസ്ലാമിൻ്റെ അധിക പൊതുപിരിവുകളും നടത്തേണ്ടത് കഴിവുള്ളവർക്കാണ്. മയാസിറുൽ മുസ്ലിമിനിക്കാണ് ബാധകം, സാധാരണക്കാർക്ക് അത് ബാധകമല്ല. പക്ഷേ സാധാരണക്കാർക്ക് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെലവാക്കേണ്ട അവരുടെ കുടുംബത്തിനേക്കുള്ള ചെലവുകൾ നിർബന്ധമായി ചെയ്യേണ്ടത്, സാമൂഹികമായി ചെയ്യേണ്ടത്, കഴിവിനനുസരിച്ച് അതിൽ ഇടപെടുക. അത് ഈമാനിൻ്റെ ഭാഗമാണ്. അതാ വൽഇൻഫാഖു മിനൽ ഇഖ്താർ. അവിടെ ഒന്നിരിക്കൽ മിൻ എന്ന് പറയുന്നത് ഫീൻ്റെ മാനാക്ക്, അല്ലെങ്കിൽ ഇന്ധൻ്റെ മാനാക്കുമാവാം. മിൻ എന്ന് പറഞ്ഞ മിന്നിന് ഇന്ധൻ്റെ മാന. എന്താർത്ഥം നമുക്ക് ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈആ എന്ന് പറഞ്ഞ മിനല്ലാഹ് എന്ന് പറഞ്ഞിടത്തുള്ള മിന്ന് ഇൻദല്ലാഹ് എന്ന മാതിരി. അപ്പം ഇന്തൽ ഇഖ്താർ, ഇല്ലായ്മയുടെ അടുത്ത് വെച്ച് അതിൻ്റെ ഘട്ടത്തിൽ ഫഖീർ തരം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അടുത്ത് വെച്ചിട്ട് അവൻ ചെലവഴിക്കണം. അവനക്ക് പേടില്ല. ആകെ അവനക്ക് ഇതാണ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഫക്കീറാകും. അവൻ്റെ അടുത്ത് വളരെ കുറച്ചേ ഉള്ളൂ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് ഉള്ളതെടുത്ത് കൊടുക്കുക. നാളൊക്കെ എന്ത് ചെയ്യും?
അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ചെയ്ത് തീരുമാനിച്ച അതേമാതിരി വരും എന്ന് പറഞ്ഞുകൊണ്ട് ചെലവാക്കുന്നവൻ. ആർക്ക് ചെലവാക്കുക? നിർബന്ധമായി ചെലവാക്കേണ്ടവർക്ക് നിർബന്ധമായി കൊടുക്കണം, അല്ലാത്തവർക്ക് അതിനനുസരിച്ച് കൊടുക്കണം. അത് ഈമാനിൻ്റെ ഭാഗമാണ്. നേരെ മറിച്ച് ഈമാനില്ലാത്ത ആളുകൾ അവൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ കടക്കൂട്ടും. എൻ്റെ അടുത്തുള്ള ഈ സാധനം ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ടൈമിൽ അല്ലെങ്കിൽ നാളെ ഞാൻ, എൻ്റെ കുട്ടികൾ, എൻ്റെ കുടുംബങ്ങൾ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചു കൊണ്ട് അവർ ചെലവാക്കാൻ കഴിയൂല. നേരെ മറിച്ച് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവം എന്താ? എല്ലാ ദിവസവും വൈകുന്നേരം രാത്രി വീട്ടിലുള്ള നീക്കപ്പെടാൻ പറ്റുന്ന മങ്കൂലായ എന്തെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടോ അത് മുഴുവൻ കൊടുത്തു തീർക്കും, വീട്ടിലൊന്നും ബാക്കിയാക്കൂല. നബി തങ്ങളുടെ സ്വഭാവമാണ്, നാളേക്ക് വേണ്ടി ഒന്നും പാത്തക്കൂല. അതിൻ്റെ അർത്ഥം നബി തങ്ങൾ ഫക്കീറായിരുന്നു എന്നല്ല. നബി തങ്ങൾക്ക് ധാരാളം ഭൂസ്വത്തുകൾ ഉണ്ടായിരുന്നു, ധാരാളം തോട്ടങ്ങളുണ്ടായിരുന്നു. എല്ലാം പല ക്ലാസ്സുകളായി നാം പറഞ്ഞിട്ടുണ്ട്. സോ അതായിരിക്കണം ഈ ദാരിദ്ര്യം വരുമെന്ന് ഭയപ്പെടുന്ന ഘട്ടത്തിൽ കൊടുക്കുക. അത് പൂർണ്ണ മോമിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. وبه قال الشيخ الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى ونفعنا بعلومه وبصحيحه آمين. حدثنا قتيبة قال حدثنا ليث عن يزيد بن أبي حبيب عن أبي الخير عن عبد الله بن عمرو أن رجلا سأل رسول الله صلى الله عليه وسلم أي الإسلام خير؟ قال تطعم الطعام وتقرأ السلام على من عرفت ومن لم تعرف. ബഹുമാനപ്പെട്ട ഖുതൈബത്ത് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദാണ്, വലിയ മഹത്തുക്കളുടെ ഉസ്താദാണ്. അവരെ സംബന്ധിച്ച് ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. ധാരാളം മഹാന്മാർ അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി തന്നെ അവരെ തൊട്ട് 308 ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം മുസ്ലിം അവരെ തൊട്ട് 668 ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ആദ്യമായി ഹദീസ് പഠനമല്ലായിരുന്നു, മദ്ഹബിയായ ഫിഖ്ഹിയായ മസലകളുള്ള പഠനത്തിനായിരുന്നു മഹാനവർകൾ മുൻഗണന നൽകിയിരുന്നത്. തുടക്കത്തിൽ ഒരു വലിയ സമ്പന്ന കുടുംബത്തിൽപ്പെട്ടവരും വലിയ സമ്പന്നനുമാണ്. അങ്ങനെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മസലകൾ കണ്ടെത്തുന്ന ആ ഒരു വിഷയത്തിലായിരുന്നു അവർക്ക് താല്പര്യമുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം മഹാനവർകൾ സ്വപ്നത്തിൽ കാണുകയാണ്, ആകാശത്തിൽ നിന്നൊരു വലിയ തോൽപാത്രം ഇറങ്ങി വരുന്നു. ആ തോൽപാത്രത്തിന് പിടിക്കാൻ വേണ്ടി പലരും മുന്നോട്ട് വരുന്നു, ഒരാൾക്കും പിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഖുതൈബ റളിയല്ലാഹു അൻഹു ആ തോൽപാത്രത്തിലേക്ക് എത്തിയപ്പോൾ അവർക്കത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. അതിലേക്ക് എത്തി നോക്കിയപ്പോൾ ലോകം മുഴുവനും അതിൽ നിന്ന് മഹാനവറുകൾ കണ്ടു. ഫറഅയ്തു മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അങ്ങനെ നേരം പുലർന്നതിൻ്റെ ശേഷം അന്നത്തെ വലിയ സ്വപ്ന വ്യാഖ്യാതാവായ മിഖ്ലഉൽ ബസ്സാസ് എന്ന് പറയുന്ന മഹാനടുക്കലേക്ക് ചെന്നു. അവർ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾ സ്വപ്നം കണ്ടു, എന്താണ് വ്യാഖ്യാനം? മഹാനവർ പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കുന്ന ഇൽമ് അതുകൊണ്ട് നിങ്ങൾക്ക് ലോകം കീഴടക്കാൻ കഴിയൂല. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിപ്പെടണമെങ്കിൽ നിങ്ങൾ ഇൽമുൽ ഹദീസ് കൊണ്ട് സോലാവണം. നിങ്ങൾ ഹദീസ് പണ്ഡിതനാണ്, അതുമായി പഠിക്കണം. അതാണ് അതിൻ്റെ തഅബീർ എന്ന് പറയുകയും മഹാനവറുകൾ അതിന് വേണ്ടി മുന്നിട്ട് പോരുകയും ചെയ്തു. ലോകത്തെ ഏറ്റവും വലിയ മുഹദ്ദിസീങ്ങൾ കൂട്ടത്തിൽപ്പെട്ട മഹാനായ ഖുതൈബത്ത് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ പിതാവിനെ തൊട്ട് ഖുതൈബ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഖുതൈബ റളിയല്ലാഹു അൻഹു പിതാവ് വലിയ മഹാനാണ്. അവർ പറയുകയാണ്, ഞാനൊരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഒരു ഏടുണ്ട്.
അപ്പം ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ ഹാദിഹി സഹീഫ, എന്താണ് ഈ ഏട്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിൽ പണ്ഡിതന്മാരുടെ പേരുകൾ എഴുതി റെക്കോർഡാക്കി വെക്കപ്പെട്ട ഏടാണിത്. അപ്പം ഞാൻ പറഞ്ഞു, കുത്തൈബ റളിയല്ലാഹു അൻഹു പിതാവ് പറയാം, ഞാൻ പറഞ്ഞു എനിക്കൊന്നും തരി നബി, അതൊന്ന് ഞാൻ നോക്കട്ടെ, എൻ്റെ മോനയിലുണ്ടോ നോക്കട്ടെ, കുത്തൈബയിലുണ്ടോ നോക്കട്ടെ. കാരണം നോക്കുമ്പോൾ ആ ഏടിൽ കുത്തൈബുണ്ട്. അങ്ങനെ പല ബിഷാറത്തുകളും ഉണ്ടായ, പല അത്ഭുതങ്ങളും കാണിച്ച, ഹിജ്റ 150 ജനിച്ചു 240 വഫാത്തായ മഹാനാണ് ബഹുമാനപ്പെട്ട ഖുത്തൈബ റളിയല്ലാഹു അൻഹു. ധാരാളം ചരിത്രങ്ങളുണ്ട്, പിന്നീട് സ്വീകരിക്കാം. മഹാനവറുകൾ പറയാണ്, ഹദ്ദസന ലൈസു, ലൈസ് എന്നവർ നമുക്ക് ഹദീസ് പറഞ്ഞു തന്നു. ഇവിടെയാണ് മത്തിന് രണ്ടും ഒന്ന് തന്നെയാണ്. ഇവിടെ ഖുത്തൈബയാണ്, കഴിഞ്ഞു പോയ ഹദീസിൽ വേറെ ആളാണ് പേര് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. عن يزيد بن أبي حبيب عن أبي الخير عن عبد الله بن عمرو رضي الله عنهما وعنهم أن رجلا, ഒരു മനുഷ്യൻ, സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളോട് ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാം കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ഏത്? ഖാല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, തുത്ഇമു ത്വആമ വതഖറഉ സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, നീ ഭക്ഷണത്തെ കൊടുക്കണം. ആർക്ക് എന്ന് പറഞ്ഞിട്ടില്ല. ആർക്കാണോ ഭക്ഷണം ആവശ്യമുള്ളത്, അവർ മുസ്ലിമാണോ മുകാഫിറാണോ, നിന്റെ കുടുംബമാണോ ബന്ധുവാണോ, ആരാണെന്ന് നോക്കണ്ട, ആവശ്യമുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക, പരക്കെ ഭക്ഷണ വിതരണം. അതുപോലെ എനിക്ക് അറിയുന്നവരുടെ പേരിലും അറിയാത്തവരുടെ പേരിലും സലാം പറയുക, സലാം ചെല്ലാം. എനിക്ക് പരിചയമുള്ള ആളോട് മാത്രം പറയാന്നുള്ളതല്ല, എൻ്റെ പാർട്ടിക്കാരോട് മാത്രം പറയാന്നുള്ളതല്ല, നിൻ്റെ പാർട്ടിക്കാരനാണെങ്കിലും എതിർ പാർട്ടിക്കാരനാണെങ്കിലും, നിൻ്റെ അടുത്തുനിന്ന് കച്ചവടക്കാരനാണെങ്കിലും നിൻ്റെ അടുത്തുനിന്ന് സാധനം വാങ്ങുന്നവൻ നിൻ്റെ കസ്റ്റമർ ആണെങ്കിലും അല്ലെങ്കിലും എല്ലാവരോടും സലാം ചൊല്ലിക്കോ. അതാണ് ഇസ്ലാമിൽ വെച്ച് ഏറ്റവും മുന്തിയത്. ഒരാളോടും എനിക്ക് വിദ്വേഷമില്ല, എനിക്ക് വെറുപ്പില്ല, എനിക്ക് എല്ലാവരോടും ഇഷ്ടമാണ്, മഹത്വമാണ്, ബഹുമാനമാണ് എന്നുള്ള ആ സത്യസന്ദേശം എല്ലാവരോടും പറയുക. എനിക്കൊരാളോടും വെറുപ്പില്ല, അസ്സലാമു അലൈക്കും. അതിനർത്ഥം ഈ സലാം എല്ലാവരോടും പറയുക, അത് ഏറ്റവും വലിയ ഇസ്ലാമാണ്. ഈ ബഹുമാനപ്പെട്ട അമ്മാർ ഇബ്നു യാസിർ പറഞ്ഞതുപോലെ ഇതിൽ കൂടെ ആമിനെ കൊടുക്കലും സലാം പറയലും അതോടുകൂടെ നഫ്സിനെ തൊട്ടുള്ള ഇൻസാഫ് അതും കൂടിയാൽ ഇസ്ലാം മുഴുവനും ഒരുമിച്ച് കൂടിയവനായി.